ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും സബു സ്റ്റോക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്ന് ആർക്കെങ്കിലും ഊഹിക്കാൻ സാധിക്കുന്നുണ്ടോ? അതെ, ഞങ്ങൾ പോകുന്നത് ഹൈദരാബാദിലേക്കാണ്. നല്ല വെയിലും ചൂടും ഒക്കെ ഉള്ള സമയത്താണ് ഈ പോകുന്നത്. പോകുന്ന വഴിയിൽ ഒത്തിരി മരങ്ങളും ബിൽഡിങ്സും ഫ്ലൈ ഓവറൊക്കെ കാണാം. ഞങ്ങൾ പോകുന്ന വഴിയിൽ കണ്ട ഒരു കാഴ്ചയാണിത്. ഫിഷിൻ്റെ ഷേപ്പിൽ ഒരു ബിൽഡിങ് കൺസ്ട്രക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര മനോഹരമാണല്ലേ. അപ്പോൾ ഇത് ആക്ച്വലി നമ്മൾ പോകുന്നത് ഒരു വെസ്റ്റേൺ ഔട്ട്സ്കേർട്സ് ഓഫ് ഹൈദരാബാദിലേക്കാണ്, തെലങ്കാന. അപ്പോൾ ഇതൊരു ഹൈദരാബാദ് ഇത് ഓൾഡ് സിറ്റിയാണ് കേട്ടോ. അപ്പം ഇതെന്ന് പറയുന്നത് കണക്ട് ചെയ്യുന്ന ഒരു വലിയ ഫ്ലൈ ഓവറിലൂടെയാണ്. അത് കാരണം നമുക്ക് വേറെ റോഡുകളൊന്നും അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല. ഈ ഒരൊറ്റ റോഡാണ് ആ സിറ്റിയിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യുന്നത്. ഒത്തിരി ഗലി റോഡ്സൊക്കെ താഴെ കാണാം. പിന്നെ ഈ ബിൽഡിങ്ങാണ്. ബിൽഡിങ്സ് അല്ലാതെ ഒന്നും നമുക്ക് പ്രത്യേകിച്ച് കാണാനില്ല ഇവിടെ. ഒത്തിരി ബിൽഡിങ്സ്. നമുക്കൊക്കെ ഭയങ്കരമായിട്ട് അതിശയം തോന്നിക്കുമല്ലേ ഇങ്ങനെ. അപ്പോൾ ഒരു ടൗൺ വ്യൂ, ഒരു സിറ്റി വ്യൂ ഇതാണ്. ദൂരെ നിന്നൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഫുള്ള് ബിൽഡിങ്സ് ആയിട്ട് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ. സ്ഥലം ഇത് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതെ, ഇതാണ് ഗോൽക്കൊണ്ട ഫോർട്ട്. ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഗോൽക്കൊണ്ട എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ഫോർട്ടിലാണ്. അപ്പോൾ ഇതിനെ നമുക്ക് പറയാം, ഇതൊരു പണ്ടത്തെ റൂയിൻഡ് സിറ്റിയാണ്, നശിച്ചുപോയൊരു സിറ്റിയാണ് പണ്ടത്തെ. ഇത് ആദ്യമായിട്ട് പണി കഴിപ്പിച്ചതെന്ന് പറയുന്നത് കക്കാത്തിയ രാജാവായ പ്രതാപരുദ്രയായിരുന്നു. അദ്ദേഹം കളിമണ്ണൊക്കെ കൊണ്ടായിരുന്നു ഇതിൻ്റെ ഫോർട്ട് ഉണ്ടാക്കിയിരുന്നത് പണ്ട്. പക്ഷേ അതിന് ശേഷം ഇത് കൈമാറി, അതായത് കീഴ്പ്പെടുത്തി, വേറെ രാജാക്കന്മാരെ കീഴ്പ്പെടുത്തി പിന്നീട് അവർ ഭരണം ഏറ്റെടുത്താണ് ഇത് ഡെവലപ്പൊക്കെ ചെയ്ത് ഈ ഒരു ഇന്നത്തെ കാണുന്ന ഒരു രീതിയിൽ ഡെവലപ്പ് ചെയ്തത്. ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇതൊരു മോണുമെൻറ്റ്സ് ആയിട്ട് പ്രിസർവ് ചെയ്ത് നമ്മുടെ ആളുകൾക്ക് എല്ലാവർക്കും കാണാനും പഠിക്കാനും ഉള്ളൊരു സ്ഥലമായിട്ട് മാറ്റിയിട്ടുണ്ട്. ഈ സ്ട്രക്ചറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലായിടത്തും നോക്കിയാലും ആർച്ചാണ്. ആർച്ച് മോഡലിലാണ് ഇത് ഫുള്ള് പണി കഴിപ്പിച്ചിരിക്കുന്നത്. കവാടങ്ങളും ഡോറുകളും ഒക്കെ ഒരു ആർച്ച് മോഡലാണ് കംപ്ലീറ്റ്. അതുകൂടാതെ ഇത് ഫുള്ളായിട്ട് കരിങ്കല്ല് കൊണ്ടാണ് കൊത്തി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും സംസാരിച്ചാലൊക്കെ അതിങ്ങനെ കിടന്ന് മുഴങ്ങും. അത്രയൊരു പ്രത്യേക ഡിസൈനിലാണിത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. നമുക്കിതിൻ്റെ ഒരു ഹിസ്റ്ററി ഒന്ന് നോക്കിയിട്ട് വരാം. അതായത് നേരത്തെ പറഞ്ഞതുപോലെ കക്കാത്തിയ റൂളർ, അതായത് പ്രതാപരുദ്ര എന്ന രാജാവാണ് 11ാം നൂറ്റാണ്ടിൽ ഈ ഒരു ഫോർട്ടിനെ കളിമണ്ണൊക്കെ കൊണ്ട് നിർമ്മിച്ചത്. അതിനുശേഷം ബഹ്മണി വിജയനഗർ വാർ ഉണ്ടായി. അപ്പോഴാണ് ബഹ്മണി കിങ്സ് ഇതിൻ്റെ ഭരണം ഏറ്റെടുക്കുന്നത്. അതിനുശേഷം കുത്തബ് ഷാഹി ഭരണകൂടം വരികയുണ്ടായി. സുൽത്താൻ ഖാലി പിന്നെ ലാസ്റ്റ് ഭരിച്ച രാജാവായിരുന്നു അബ്ദുൽ ഹസൻ കുത്തബ് ഷാ. സോ ആ ഒരു കാലയളവിലാണ് ഈ മഡ് ബിൽഡിംഗ് ഒക്കെ മാറ്റി അവർ സ്ട്രോങ് ആക്കി, അതായത് കരിങ്കല്ലൊക്കെ വെച്ച് ഇതിനെ ഡെവലപ്പാക്കി കംപ്ലീറ്റ് ഒരു ഫോർട്ടാക്കിയത്. പിന്നെ അവരുടെ ഭരണകാലം കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ ഔറംഗസീബാണ് ഇതിന് ശേഷം ഇത് അറ്റാക്ക് ചെയ്യുന്നതും മുഗളന്മാരിത് ഭരണമേറ്റെടുക്കുന്നതും. അപ്പോൾ അന്നാണ് ഇത് ഇങ്ങനെ നശിക്കുന്നത്. ഈ ബിൽഡിങ് ആ ഒരു വാറിലാണ് ഇത് മൊത്തം കംപ്ലീറ്റ് ഡിസ്ട്രോയ് ആകുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഡയമണ്ട്സിന് ഒത്തിരി പേര് കേട്ട സ്ഥലമാണ്. നമ്മൾ കോഹിനൂർ ഡയമണ്ട് എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ അതൊക്കെ ഇതിൻ്റെ നിയർ ബൈ ഹിൽസിൽ നിന്നെങ്ങാണ്ടാണ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്.
പിന്നെ ഇത് വേറെയും കുറേ ഡയമണ്ട്സ് ഒക്കെ ഇതിൻ്റെ നിയർ ബൈ ഹിൽസിൽ നിന്നൊക്കെ എടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫോർട്ട് എന്ന് പറയുന്നത് ഒരു ഡയമണ്ടിൻ്റെ ട്രേഡിംഗ് സെൻ്ററായിട്ടും പേര് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കിൻ്റെ സ്ട്രക്ചറാണ്. പിന്നെ ഇതൊരു ഓവർവ്യൂ ആണ്, ഒരു ഗൈഡ് മാപ്പൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു കംപ്ലീറ്റ് ഓവർവ്യൂ ഓഫ് ഫോർട്ട്. പിന്നീട് എന്ന് പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനും കണ്ട് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും. പണ്ടത്തെ ആർക്കിടെക്ചറും പണ്ടത്തെ അവരുടെ രീതികളും ഒക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഉരുക്കിൻ്റെ തോപ്പുകളൊക്കെ നമുക്ക് കാണാം. ഈ ഫോർട്ടിന് പുറത്തായിട്ട് ഒത്തിരി പഴയ കോയിൻസൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പോൾ കോയിൻ കളക്ഷൻ ഉള്ളവർക്കൊക്കെ അത് പർച്ചേസ് ചെയ്യാനും കണ്ടു മനസ്സിലാക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ഇതാണ് ഫോർട്ടിൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ കാണുന്നത് ചാർമിനാറാണ്, 4 ഗോപുരമുള്ള ചാർമിനാർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഇതാണ് ചാർമിനാറിൻ്റെ ഒരു വ്യൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതും. എൻ്റെ വീഡിയോസൊക്കെ ലൈക്കും ഷെയറും ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.